Good morning dear students, welcome to another online class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏകദേശം അവസാന ക്ലാസ്സിലെത്തി നിൽക്കുകയാണ്. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ബൈ പ്രോഡക്റ്റ് എങ്ങനെ അക്കൗണ്ട് ചെയ്യുന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ ബൈ പ്രോഡക്റ്റും ജോയിൻറ്റ് പ്രോഡക്ട്സും ആയിട്ട് റിട്ടേൺ മെത്തേഡൊക്കെ നമ്മൾ കോസ്റ്റ് റിട്ടേൺ മെത്തേഡൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്നും അത്തരമൊരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചെയ്ത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ബൈ പ്രോഡക്റ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം. എന്താണ് ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്? മെയിൻ പ്രോഡക്റ്റിൻ്റെ അത്രയും പ്രാധാന്യമില്ലാതെ ഒരു പ്രോസസ്സിൽ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന അത്രയധികം പ്രാധാന്യമില്ലാത്ത ഒരു പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നത് എന്താണ്? കൊപ്ര ആട്ടാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ കൊപ്ര ആട്ടുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒരു മെയിൻ പ്രോഡക്റ്റും ഓയിൽ കേക്ക്, പിണ്ണാക്ക് ഒരു ബൈ പ്രോഡക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നു നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ അക്കൗണ്ടിങ് പല സ്ഥലത്തും പല രീതിയിലാണ് ചെയ്യുന്നത്. ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി വാല്യൂ കൂടുതലുള്ള ബൈ പ്രോഡക്ട്സുകൾ ഉണ്ടാവാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ പേജ് നമ്പർ 80 എക്സാമ്പിൾ 26 നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻ മാനുഫാക്ചറിങ് ദ മെയിൻ പ്രോഡക്റ്റ് എ കമ്പനി പ്രോസസ്സസ് ദ റിസൾട്ടിംഗ് വേസ്റ്റ് മെറ്റീരിയൽ ഇൻ ടു ബൈ പ്രോഡക്ട്സ് B1 and B2. യൂസിങ് ദ മെത്തേഡ് ഓഫ് വർക്കിംഗ് ബാക്ക് ഫ്രം സെയിൽസ് വാല്യൂ. അപ്പോൾ ഈ വർക്കിംഗ് ബാക്ക് എന്ന് പറയുന്നതാണ് റിവേഴ്സ് കോസ്റ്റ് മെത്തേഡ് കേട്ടോ. വർക്കിംഗ് ബാക്ക് ഫ്രം സെയിൽസ് വാല്യൂസ് ടു ആൻ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, പ്രിപ്പയർ എ കമ്പാരറ്റീവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ 3 പ്രോഡക്ട്സ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഫസ്റ്റ് പോയിൻ്റ്, ടോട്ടൽ കോസ്റ്റ് അപ് ടു സെപ്പറേഷൻ പോയിൻ്റ്, അതായത് ജോയിൻറ്റ് കോസ്റ്റ് ആണ് പറയുന്നത് 68,000. ഇനി സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റുകൾ തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കോസ്റ്റ് ആഫ്റ്റർ സെപ്പറേഷൻ തന്നിട്ടുണ്ട്, എസ്റ്റിമേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് എക്സ്പെൻസസ് ആസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് തന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് ബോർഡിൽ വർക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ ആദ്യം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ജോയിൻറ്റ് കോസ്റ്റ് ഓഫ് ബൈ പ്രോഡക്ട്സ്, അതായത് ബൈ പ്രോഡക്ട്സിൻ്റെ സെയിൽസിൽ നിന്ന് റിവേഴ്സ് മെത്തേഡ് പോയി ഷെയർ ഓഫ് ജോയിൻറ്റ് കോസ്റ്റിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനാദ്യം നമുക്ക് സെയിൽസ് നിന്നാണ് തുടങ്ങുന്നത്. സെയിൽസ് ഇവിടെ 2 കോളം, B1ൻ്റെ 2 കോളാണ് അത്രയേ ഉള്ളത്. ഇന്നർ കോളും ഔട്ടർ കോളും, ഇന്നർ കോൾ ഔട്ടർ കോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ ശരിക്കും 4 കോളം വരയ്ക്കുന്നതിൻ്റെ ആവശ്യമില്ല, ഒരു കോളം വരച്ചാലും മതി. ഇന്നർ കോളത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരച്ചിട്ടുള്ളത്. അപ്പോൾ B1ന് 16,000, B2ന് 24,000. ഇനി സെയിൽസിൽ നിന്ന് നമുക്ക് ഐറ്റംസ് കുറയ്ക്കാനുള്ളതാണ്. ആദ്യം കുറയ്ക്കാനുള്ളത് ലെസ് പ്രോഫിറ്റ് ആണ്. ആദ്യം കുറയ്ക്കാനുള്ളത് പ്രോഫിറ്റ്. ആ പ്രോഫിറ്റ് കുറയ്ക്കാനുള്ളത് ഒന്ന് 20% ആണ്. അപ്പോൾ 1,600, 1,600, 3,200. ഇത് 30% ആണ്. അപ്പോൾ 7,200. ഇത്രയാണ് നമുക്ക് പ്രോഫിറ്റ് ഉള്ളത്. ദെൻ ഇനി കുറയ്ക്കുക. ഇതിവിടെ ഇന്നർ കോളം പ്രൊവൈഡ് ചെയ്ത കാരണം ഒന്നിച്ച് കുറയ്ക്കാമെന്ന് വെച്ചെന്നുള്ളൂ. അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറച്ച് കോസ്റ്റ് കണ്ടുപിടിച്ച് അടുത്ത് കുറച്ച് അങ്ങനെ പോകട്ടെ, അതുകൊണ്ട് കുഴപ്പമില്ല. അടുത്തത് ലെസ്, അടുത്ത സബ്സീക്വൻ്റ് ആയിട്ട് വരുന്ന സെല്ലിംഗ് എക്സ്പെൻസസ്. സെല്ലിംഗ് എക്സ്പെൻസ് 3,200, 4,800 ആണ്. അപ്പോൾ അത് എഴുതി 3,200, 4,800. അടുത്ത ഐറ്റം കോസ്റ്റ് ആഫ്റ്റർ സെപ്പറേഷൻ. കോസ്റ്റ് ആഫ്റ്റർ സെപ്പറേഷൻ എന്ന് പറയുന്നത് 4,800, 7,200. ഇപ്പം ഇത് 1 by 1 ആയിട്ട് കുറച്ച് പോയി. ആദ്യം പ്രോഫിറ്റ് കുറച്ച്, പിന്നെ കോസ്റ്റ് കുറച്ച്, അങ്ങനെ പോയോണ്ട് കുഴപ്പമില്ല കേട്ടോ, അതുകൊണ്ട് പ്രശ്നമില്ല. ഇതിൻ്റെ ടോട്ടല് അടുത്ത കോളത്തിൽ വരയ്ക്ക് മുകളിലായിട്ട് എഴുതുക 11,200.
11,200. അടുത്തതിൻ്റെ ടോട്ടല് 19,200. അത് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് 4,800, 4,800, 4,800, 4,800. ഇതാണ് ഷെയർ ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് ഓഫ് B1 ആൻഡ് B2. B1ൻ്റെയും B2ൻ്റെയും ഷെയർ ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് ആണ് ഇപ്പോൾ ഇത്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കാര്യം കൂടി ഇപ്പം തന്നെ നോക്കാം നമുക്ക്. ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ്. ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 3 ആയിട്ടാണുള്ളത്. A പ്ലസ് B1 പ്ലസ് B2. ഇതാണ് നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്. ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? ഇവിടെ നമുക്ക് 68,000 തന്നിട്ടുള്ളത്. 68,000 ലെസ് ജോയിൻറ്റ് കോസ്റ്റ് ഓഫ്, ഇതിപ്പോൾ A, B1, B2 മൂന്നിൻ്റെയും കൂടിയിട്ടാണ് 68,000 തന്നിട്ടുള്ളത്. നമ്മുടെ B1ൻ്റെയും B2ൻ്റെയും ഉണ്ട് അല്ലേ. ലെസ് ജോയിൻറ്റ് കോസ്റ്റ് ഓഫ് B1 ആൻഡ് B2. B1 ആൻഡ് B2 എന്ന് പറഞ്ഞാൽ 4,800 പ്ലസ് 4,800. ഇതാ ഇത് രണ്ടും. അപ്പോൾ 4, 4, 8, 9,600. 9,600. ഈ 9,600 ഇതിൽ നിന്ന് കുറയ്ക്കുക. 9,600 കുറയ്ക്കുമ്പോൾ നമുക്ക് 58,400 കിട്ടും. 58,400. ഇതാണ് ഷെയർ ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് ഓഫ് A, ദാറ്റ് ഈസ് മെയിൻ പ്രോഡക്റ്റ്. മെയിൻ പ്രോഡക്റ്റിൻ്റെ ഷെയർ ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് ആണ് 58,400. മനസ്സിലായല്ലോ. ഈ 58,400 കിട്ടാനുള്ള കാരണം എന്താ? ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ് എയുടെയും B1ൻ്റെയും B2ൻ്റെയും കൂടി ടോട്ടൽ 68,000 ആണ്. അതിൽ B1ൻ്റെയും B2ൻ്റെയും 4,800, 4,800 കൂടി കൂട്ടിയ 9,600 കുറയ്ക്കുമ്പോൾ നമുക്ക് 58,400 കിട്ടി. അതാണ് ഷെയർ ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് ഓഫ് A എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് 2 കാര്യമാണ്. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് കാണണം, യൂസിങ് ദ മെത്തേഡ് ഓഫ് വർക്കിംഗ് ബാക്ക് ഫ്രം സെയിൽസ് വാല്യൂ ടു ആൻ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, ആൻഡ് പ്രിപ്പയർ എ കമ്പാരിറ്റീവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ 3 പ്രോഡക്ട്സ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. അപ്പോൾ ഇതുകൊണ്ട് മാത്രമായില്ല, നമ്മളൊരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3 പ്രോഡക്റ്റിൻ്റെയും എയുടെയും B1ൻ്റെയും B2ൻ്റെയും ഒക്കെ ചേർത്ത് ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. ഇവിടെ നമുക്ക് കമ്പാരിറ്റീവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വരച്ചിട്ടുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ, ആദ്യം സെയിൽസ് എഴുതും, അതിൽ നിന്ന് കോസ്റ്റ് കുറയ്ക്കും, ദെൻ അവസാനം പ്രോഫിറ്റിലേക്ക് എത്തും, എന്നിട്ടാണ് കമ്പാരിസൺ ചെയ്യുന്നത്. അപ്പോൾ ഒന്നിച്ച് എഴുതുമ്പോൾ കമ്പാരിസൺ എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഞാനിവിടെ A, B, B1, B2 ദെൻ ടോട്ടൽ ഓരോന്നിനും 2 കോളംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇന്നർ കോളം, ഒന്ന് ഔട്ടർ കോളം ആണ് കേട്ടോ. അപ്പോൾ അതിൽ സെയിൽസ് 1,64,000 ആണ്. ഔട്ടർ കോളത്തിലാണ് എമൗണ്ട് എഴുതുന്നത്. ഇങ്ങനെ തന്നെ വേണമെന്നില്ല, ഏത് എളുപ്പമുള്ള മെത്തേഡും കുട്ടികൾക്ക് ചെയ്യാം. ഇതേ മെത്തേഡ് ഫോളോ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇങ്ങനൊരു ടേബിൾ വരയ്ക്കണമെന്നില്ല, പക്ഷേ നമ്മളൊരു ചാർട്ട്, കമ്പാരിസൺ ചാർട്ട് വരയ്ക്കണം, അത് നിർബന്ധമാണ്. ഇനി നമുക്ക് കുറയ്ക്കേണ്ടത് ലെസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 2 ഭാഗമായിട്ടാണ്. ഒന്ന് പ്രീ സെപ്പറേഷൻ കോസ്റ്റും മറ്റൊന്ന് പോസ്റ്റ് സെപ്പറേഷൻ കോസ്റ്റും. അപ്പോൾ ആദ്യം പ്രീ സെപ്പറേഷൻ കോസ്റ്റ്. പ്രീ സെപ്പറേഷൻ കോസ്റ്റ്
എക്ക് 58,400, ബിക്ക് 4,800, ബി എന്ന് പറഞ്ഞാൽ B1-ന്, B2-നും 4,800, ടോട്ടല് 68,000. ഇനി പോസ്റ്റ് സെപ്പറേഷൻ കോസ്റ്റ് നമുക്ക് ഏക്കില്ല. ഇതിന് 4,800 തന്നെ, അടുത്തതിന് 7,200, നെക്സ്റ്റ് 12,000 ടോട്ടല്. ഇത് നമുക്ക് കൂട്ടിയിടാം. ഇവിടെ 58,400 തന്നെ, ഇവിടെ 9,600, ഇവിടെ 12,000, ഇവിടെ 62, 80,000. ഇത് നമുക്ക് കുറച്ചിടാം. അപ്പോൾ നമുക്കിവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ച് എഴുതാം. ഫസ്റ്റ് കോളത്തിൽ 1,05,600. അടുത്ത കോളത്തിൽ 6,400. അടുത്ത കോളത്തിൽ 12,000. ലാസ്റ്റ് കോളത്തിൽ 1,24,000. അടുത്തത് ലെസ് ചെയ്യാനുള്ളത്, അടുത്ത ഐറ്റം നോക്കുക കുട്ടികൾ. നമ്മളിപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലെസ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സെല്ലിംഗ് എക്സ്പെൻസ് ആണ്. സെല്ലിംഗ് എക്സ്പെൻസ്, എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് എക്സ്പെൻസ് 20% എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 20% എന്ന് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സെയിൽസ് വാല്യൂവിൻ്റെയാണ് 20% എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. 32,800, 3,200, 4,800. ഇത് കൂട്ടി ടോട്ടല് 40,800, 40,800. ഇനി ഇത് കുറച്ച് എഴുതാം നമുക്ക്. 1,05,600 മൈനസ് 32,800, 72,800. ഇതാണ് പ്രോഫിറ്റായിട്ട് വരുന്നത് സെല്ലിംഗ് എക്സ്പെൻസ് കൂടി കുറയ്ക്കുമ്പോൾ. അടുത്തത് 6,400 മൈനസ് 3,200, സെയിം എമൗണ്ട് തന്നെ 3,200. അടുത്ത് 12,000 മൈനസ് 4,800 equal to 7,200. Then next 1,24,000 minus 40,800 is equal to 83,200. ഇതാണ് നമ്മുടെ റിസൾട്ടാണിത്. പ്രോഫിറ്റ് എന്ന് പറയുന്നു. ഇനി നമുക്ക് പ്രോഫിറ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് വാല്യൂ കമ്പാരിസന് വേണ്ടിയിട്ട് പ്രോഫിറ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് വാല്യൂവിൻ്റെ എത്ര ശതമാനമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുമെന്നുണ്ടെങ്കിൽ നമ്മുടെ
സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത് 1,64,000 ആണ്. അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 72,800 ആണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് കാണുക? 72,800 ഡിവൈഡഡ് ബൈ 1,64,000 ഹോൾ ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 44.39 എന്ന് പറയുമ്പോൾ 44.4%. ദെൻ അടുത്ത കേസിന് 16,000 ആണ് സെയിൽസ് വാല്യൂ, 3,200 ആണ് നമ്മുടെ പ്രോഫിറ്റ്. അപ്പോൾ 16,000 നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 20%, 20%. അടുത്തന്നെ അതുപോലെ തന്നെ നമ്മുടെ സെയിൽസ് വാല്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റ് 7,200 ആണ് ഡിവൈഡഡ് ബൈ സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത് 24,000 ആണ്. അപ്പോൾ 30%. ദെൻ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 83,200 ആണ്. അതിന് ടോട്ടൽ സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത് 204,30, 2,04,000 ആണ്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 40.78. ഇത്രയാണ് ഈ പ്രോഫിറ്റ് കമ്പാരിസൺ. ഇത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കമ്പയർ ചെയ്യണമെന്നില്ല, ഇത് വെച്ച് കമ്പയർ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉള്ളത് എക്കാണ്. അതിനാണ് നമ്മൾ പെർസെൻറ്റേജ് കാണുന്നത്, ഇങ്ങനെയുള്ള വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എമൗണ്ട് വെച്ച് നോക്കിയാൽ അറിയാം ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എക്കാണ്, രണ്ടാമത്തെ പ്രോഫിറ്റ് B2-നാണ്, ദെൻ B1-നാണ്. ഇങ്ങനെയാണ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ്, പ്രോഫിറ്റിൻ്റെ കമ്പാരിസൺ. ഇനി നമുക്ക് അടുത്ത ഹെഡിലേക്ക് പോകാം. നെക്സ്റ്റ് കോസ്റ്റ് മെത്തേഡാണ്. ദീസ് മെത്തേഡ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ജോയിൻറ്റ് കോസ്റ്റ് ഇൻകേർഡ് അപ് ടു ദ പോയിന്റ് ഓഫ് സെപ്പറേഷൻ. ദ ഫോളോയിങ് ആർ ദ വേരിയസ് കോസ്റ്റ് മെത്തേഡ്. അതിൽ ഒന്നാമത്തെ മെത്തേഡിൻ്റെ പേര് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡ് ഓർ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മെത്തേഡ് എന്നാണ്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെർ ബൈ പ്രോഡക്ട്സ് ആർ യൂട്ടിലൈസ്ഡ് ബൈ ദ ഫാക്ടറി ഇറ്റ് സെൽഫ് ആസ് റോ മെറ്റീരിയൽസ് ഫോർ സം അതർ പ്രോസസ്സസ്. ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബൈ പ്രോഡക്റ്റ് അതേ ഫാക്ടറി തന്നെ വേറൊരു പ്രോഡക്റ്റിൻ്റെ പ്രോസസ്സിലേക്ക് റോ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇൻ സച്ച് കേസസ് ബൈ പ്രോഡക്ട്സ് ആർ വാല്യൂഡ് അറ്റ് വാട്ട് ഇറ്റ് വുഡ് ഒക്കർ ഇഫ് പർച്ചേസസ് ഫ്രം ഔട്ട്സൈഡ്. ഇത്തരം സന്ദർഭങ്ങളിൽ അവർ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ അവർക്ക് എത്രത്തോളം കോസ്റ്റ് വരുന്നു, ആ റേറ്റിനാണ് അവർ എന്ത് ചെയ്യുന്നത്, വാല്യൂ ചെയ്യുന്നത്. ദിസ് പർച്ചേസ് പ്രൈസ് ഓർ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ദ പ്രോസസ് ജനറേറ്റിംഗ് ബൈ പ്രോഡക്റ്റ്. ഇതെന്ത് ചെയ്യുന്നു, ആ ബൈ പ്രോഡക്റ്റിൻ്റെ പേരിൽ ക്രെഡിറ്റ് ചെയ്യുന്നു, പ്രോസസ്സിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, എ ഷുഗർ ഫാക്ടറി ഹാസ് ഓൾസോ എ പ്ലാന്റ് പ്രൊഡ്യൂസിങ് ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ ഫ്രം മൊളാസസ് വിച്ച് ഈസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് ഷുഗർ ഇൻഡസ്ട്രി. അപ്പോൾ ഇത് ഷുഗർ ഇൻഡസ്ട്രിയുടെ ബൈ പ്രോഡക്റ്റാണ്. അണ്ടർ ദിസ് മെത്തേഡ് ദ ഓർഗനൈസേഷൻ വുഡ് വാല്യൂ മൊളാസസ് at a price which it would have to pay if molasses are purchased from outside for production of alcohol. അപ്പോൾ ഇത്തരം കേസുകളിൽ ഈ ബൈ പ്രോഡക്റ്റ് നമുക്ക് വേറെ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പനിയാണെങ്കിൽ അത് പുറത്തുനിന്ന് എത്ര രൂപയ്ക്കാണോ കിട്ടുന്നത് ആ വാല്യൂ അതിന് എന്ത് ചെയ്യണം, ഈ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം, അതിൽ നിന്ന് കിട്ടിയതായിട്ട് കാണിക്കണം എന്നർത്ഥം കേട്ടോ. ആ മെത്തേഡിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡ് ഓർ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിൻ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് എ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് സെറ്റ് ഫോർ ഈച്ച് ബൈ പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദിസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡിൽ എന്ത് ചെയ്യുന്നു, ഓരോ ബൈ പ്രോഡക്റ്റിനും ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്യുന്നു, മനസ്സിലായോ? എന്നിട്ട് ആ സ്റ്റാൻഡേർഡ് കോസ്റ്റ് വെച്ച് എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്ന് ഇൻകം കിട്ടിയതായിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നു, അത് ചെയ്യുന്നു. മൂന്നാമത്തെ പോയിന്റ് ജോയിൻറ്റ് കോസ്റ്റ് മെത്തേഡ്. ദിസ് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് വെർ ബൈ പ്രോഡക്ട്സ് ആർ ഓഫ് കൺസിഡറബിൾ വാല്യൂ.
Under this method, joint cost of the main product and byproduct up to the split off point are apportioned between them by any of the suitable methods adopting for costing joint products. Joint productsനെ ഉപയോഗിക്കുന്ന പോലെ അല്ലെങ്കിൽ അതുപോലെ ജോയിൻറ്റ് പ്രോഡക്റ്റ് പോലെ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ഇത്രയും മെത്തേഡ്സ് ആണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്, ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 101 ഇല്ലസ്ട്രേഷൻ 14 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. കാൽക്കുലേറ്റ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ബൈ പ്രോഡക്റ്റ് എക്സ് ആൻഡ് വൈ അറ്റ് ദ പോയിൻ്റ് ഓഫ് സെപ്പറേഷൻ ഫ്രം ദ മെയിൻ പ്രോഡക്റ്റ്. ഇനി ബൈ പ്രോഡക്റ്റ് എക്സും ബൈ പ്രോഡക്റ്റ് വൈയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബൈ പ്രോഡക്റ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 1224. Cost per unit after separation from the main product rupees 3, rupees 5. Units produced 500, 200. അടുത്ത പാരഗ്രാഫായിട്ട് സെല്ലിംഗ് എക്സ്പെൻസസ് എമൗണ്ടഡ് ടു 25% ഓഫ് ടോട്ടൽ വർക്ക്സ് കോസ്റ്റ്. ടോട്ടൽ വർക്ക്സ് കോസ്റ്റിൻ്റെ 25% ആണ്. ദാറ്റ് ഈസ് ഇൻക്ലൂഡിംഗ് ബോത്ത് പ്രീ സെപ്പറേഷൻ ആൻഡ് പോസ്റ്റ് സെപ്പറേഷൻ വർക്ക്സ് കോസ്റ്റ്. Selling prices are arrived at by adding 20% of total cost. That is the sum of works cost and selling expenses എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇത് ബോർഡിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് സെയിൽസ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. സെയിൽസ് പെർ യൂണിറ്റ് ആണ്. ഒന്നിന് 12 രൂപയും മറ്റൊന്നിന് 24 രൂപയും. ഇനി ടോട്ടലിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? പെർ യൂണിറ്റ് 12 ഇൻറ്റു 500. അപ്പോൾ ടോട്ടൽ എമൗണ്ട് കിട്ടും 6000. ഇവിടെ 24 ഇൻറ്റു 200 യൂണിറ്റ് ആണുള്ളത്. അപ്പോൾ 4800. ഇനി സെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രോഫിറ്റ് കുറയ്ക്കുക. ലെസ് പ്രോഫിറ്റ് എത്ര ശതമാനമാണ്? പ്രോഫിറ്റ് പറഞ്ഞിട്ടുള്ളത് 20%. 20%. ദാറ്റ് ഈസ് 20/100 എന്ന് പറയുമ്പോൾ 1/5 അല്ലേ? 1/5. 1/5 ദാറ്റ് ഈസ് 1/5 ഓൺ കോസ്റ്റ് ഓർ 1/6 ഓൺ എന്താണ് സെല്ലിംഗ് പ്രൈസ്. ഞാൻ ഒന്നുകൂടി പറയാം. പ്രോഫിറ്റ് 20%, അതായത് 1/5. 20% എന്ന് പറയുമ്പോൾ 20/100 എന്ന് പറയുമ്പോൾ 1/5. 1/5 നമുക്ക് തന്നിട്ടുള്ളത് എന്തിൻ്റെ മുകളിലാണ്? കോസ്റ്റിൻ്റെ മുകളിലാണ് അല്ലേ? അപ്പോൾ പ്രോഫിറ്റ് സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ കാണാൻ എന്ത് ചെയ്യണം? ഒന്ന് കൂട്ടണം. ദെൻ 1/5 ഓൺ കോസ്റ്റ് ഓർ 1/6 ഓൺ സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിൻ്റെ 1/6 കാണും. അപ്പോൾ 12 രൂപയുടെ 1/6 കാണാമെന്ന് പറഞ്ഞാൽ 2 രൂപ. ഇവിടെ 4 രൂപ. അതുപോലെ തന്നെ ടോട്ടലിലും കാണാം കേട്ടോ. ഇവിടെ 1/6 എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഇവിടെ എത്രയാണ് വരിക? 800. പന്ത്രണ്ടിൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 10. ഇവിടെ 5000. ഇവിടെ 20. ഇവിടെ 4000. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ്. ഇനി നമുക്ക് പറയേണ്ടത്, ടോട്ടൽ കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് സെല്ലിംഗ് എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ലെസ് സെല്ലിംഗ് എക്സ്പെൻസസ്. സെല്ലിംഗ് എക്സ്പെൻസ് ദാറ്റ് ഈസ് എത്രയാണ്? 25% ഓഫ് വർക്ക്സ് കോസ്റ്റ്
25% of works cost or 25% of works cost എന്ന് എഴുതുന്നതിന് പകരം 25% or 1/4 on works cost. That is 1/5 on total cost. വർക്ക് കോസ്റ്റിൻ്റെ കൂടെ അതുകൂടി കൂട്ടുമ്പോഴാണല്ലോ ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അതടക്കമാണ് ഇവിടെ എഴുതിയ പോലെ തന്നെ 1/5 ഓൺ ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ 1/5 അല്ലേ, 1/5 എന്ന് പറയുമ്പോൾ ഇവിടെ 2 രൂപ വരും, ഇവിടെ 4 രൂപ വരും. ദെൻ ഇവിടെ 1000 വരും, അപ്പുറത്ത് 800 വരും. അപ്പോൾ ഇവിടെ 8, 4000, 16, 3200. ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇത് കുറച്ചിട്ടുള്ള വർക്ക്സ് കോസ്റ്റ് കിട്ടുന്നത്. ദെൻ ലെസ് സെപ്പറേഷൻ കോസ്റ്റ്. ഇനി കുറയ്ക്കാനുള്ളത് ലെസ് സെപ്പറേഷൻ. ഈ സെപ്പറേഷൻ കോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ എന്താണെന്ന് അറിയാതിരിക്കേണ്ട, നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്സീക്വൻറ്റ് കോസ്റ്റ് എന്നൊക്കെ പറയില്ലേ, മനസ്സിലായോ? സബ്സീക്വൻറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് ആഫ്റ്റർ സെപ്പറേഷൻ ഫ്രം ദ മെയിൻ പ്രോഡക്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ കേൾക്കാത്തൊരു ടേമായിട്ട് പറയേണ്ട സബ്സീക്വൻറ്റ് കോസ്റ്റ്. സബ്സീക്വൻറ്റ് കോസ്റ്റ് 3/5, 3ഉം 5ഉം ആണ്. 3ഉം 5 എന്ന് പറയുമ്പോൾ 1500ഉം 1000. ഇവിടെ 500 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ 5, 3000, 2500, 11, 1000, 2200. ഇത്രയാണ് നമുക്ക് കിട്ടുന്ന എമൗണ്ടുകൾ. അപ്പോൾ ഇതിനെ നമുക്ക് എന്തായിട്ട് പറയാം, സെല്ലിംഗ് പ്രൈസും വർക്ക്സ് കോസ്റ്റൊക്കെ കുറച്ച് കിട്ടുന്ന പ്രീ സെപ്പറേഷൻ കോസ്റ്റായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. 5 രൂപയും 11 രൂപയും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 102 ഇല്ലസ്ട്രേഷൻ 15 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻ ദ മാനുഫാക്ചർ ഓഫ് മെയിൻ പ്രോഡക്റ്റ് 200 യൂണിറ്റ്സ് ഓഫ് എ സർട്ടൻ ബൈ പ്രോഡക്റ്റ് വെയർ പ്രൊഡ്യൂസ്ഡ്. 200 യൂണിറ്റ് ഒരു ബൈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ബൈ പ്രോഡക്റ്റ് വാസ് ₹40 പെർ യൂണിറ്റ്. അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 40 രൂപയാണ്. ദ ബൈ പ്രോഡക്റ്റ് റിക്വയർഡ് ഫർദർ പ്രോസസ്സിംഗ് cost amount to ₹3,000 and selling and distribution overheads amounting to ₹500 are incurred. Calculate the amount to be credited to the process account in respect of the byproduct. അപ്പോൾ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നത് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രീ സെപ്പറേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ജോയിൻറ്റ് കോസ്റ്റ്, ഷെയർ ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് കാണുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നോക്കാം, നമുക്ക് ബോർഡിൽ വർക്ക് ചെയ്യാം. ഏത് പ്രീ സെപ്പറേഷൻ കോസ്റ്റ് കാണാൻ പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുന്നു, അത് റിവേഴ്സ് മെത്തേഡിലാണ് സാധാരണ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഈ എ സെർട്ടൻ ബൈ പ്രോഡക്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം സെയിൽസ് വാല്യൂ ഓഫ് ബൈ പ്രോഡക്റ്റ്, ഇതിൻ്റെ 40 രൂപയാണ് ഇതിൻ്റെ വില. 200 യൂണിറ്റ്സ് ആണ്. 200 യൂണിറ്റ്സ് at the rate of ₹40. അപ്പോൾ 8000 രൂപയാണ് അതിൻ്റെ സെയിൽസ് വാല്യൂ. ഇനി നമുക്ക് ലെസ് ഫർദർ പ്രോസസ്സിംഗ് കോസ്റ്റ്. 2 ഐറ്റംസ് കുറയ്ക്കാനുണ്ട്. ഫർദർ പ്രോസസ്സിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സബ്സീക്വൻ്റ് എക്സ്പെൻസസ് എന്ന് പറയില്ലേ, അത്രയേ ഉള്ളൂ. ഫർദർ പ്രോസസ്സിംഗ് കോസ്റ്റ് 3000 രൂപ, 3000.
Then selling and distribution cost. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 500 രൂപ. ഇതാണ് അധികമായിട്ട് വന്നിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. 3500 കുറയ്ക്കുക. 3500 കുറയ്ക്കുമ്പോൾ നമുക്ക് ആൻസർ 4500 കിട്ടും. ഇതാണ് ഷെയർ ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് ഓഫ് ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏത് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ആ ആൻസർ തന്നെ എഴുതാം. രണ്ട് സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് എഴുതാം എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു പ്രോസസ് അക്കൗണ്ട്. അതായത് ബൈ പ്രോഡക്റ്റിൻ്റെ പേരിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് ആണ് 4500. ബൈ പ്രോഡക്റ്റിൻ്റെ ജോയിൻറ്റ് ഷെയർ ആണ് 4500. എന്നിട്ട് അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനിലെയാണ്. പേജ് നമ്പർ 122 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ ഫാക്ടറി ഈസ് എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ കെമിക്കൽ എക്സ് ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് ഇറ്റ്സ് മാനുഫാക്ചർ എ ബൈ പ്രോഡക്റ്റ് വൈ ഈസ് പ്രൊഡ്യൂസ്ഡ് which after a separate process has a commercial value. For the month of January 2020, the following are the summarized cost data. അപ്പോൾ ഇവിടെ ജോയിൻ്റ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്, സെപ്പറേറ്റ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. മെറ്റീരിയൽസിൻ്റെ, ലേബറിൻ്റെ, ഓവർഹെഡിൻ്റെ ഒക്കെ ജോയിൻറ്റും സെപ്പറേറ്റും തന്നിട്ടുണ്ട്. ദി ഔട്ട്പുട്ട് ഫോർ ദ മന്ത് വാസ് 142 tons of X and 49 tons of Y. ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് ഓഫ് വൈ ആവറേജ്ഡ് ₹280 per ton. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പിടിവള്ളി എന്ന് പറയുന്നത്. അതായത് സെല്ലിംഗ് പ്രൈസ് ഓഫ് വൈ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വൈയുടെ കോസ്റ്റിലേക്ക് എത്തേണ്ടത്. അത് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് പ്രോഫിറ്റ് കുറച്ചാൽ വൈയുടെ കോസ്റ്റിലേക്ക് എത്തും. അതിൽ നിന്ന് നമുക്ക് വൈയുടെ ജോയിൻറ്റ് ഷെയറിലേക്ക് എത്താം. ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റിൽ നിന്ന് വൈയുടെ ജോയിൻറ്റ് ഷെയർ കുറച്ചാൽ എക്സിലേക്ക് എത്താം. അങ്ങനെയാണ് പോവുക കേട്ടോ. അസ്യൂമിങ് ദാറ്റ് ദ പ്രോഫിറ്റ് ഓഫ് വൈ ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് 50% ഓഫ് ദ സെല്ലിംഗ് പ്രൈസ്. പ്രിപ്പയർ എൻ അക്കൗണ്ട് ഷോയിങ് ദ കോസ്റ്റ് ഓഫ് എക്സ് പെർ ടൺ. അപ്പോൾ നമുക്കിവിടെ അവസാനം കാണേണ്ടത് പറഞ്ഞിട്ടുള്ളത് ഒറ്റ കാര്യമുള്ളൂ, എക്സിൻ്റെ കോസ്റ്റ് പെർ ടൺ കാണണം. എക്സിൻ്റെ കോസ്റ്റ് പെർ ടൺ കാണണം. നമുക്കതിലേക്ക് പോകാം. ബോർഡിൽ വർക്ക് ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. കാൽക്കുലേഷൻ ഓഫ് പ്രീ സെപ്പറേഷൻ പോയിൻ്റ് എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം പ്രീ സെപ്പറേഷൻ പോയിൻ്റ് കോസ്റ്റ് കണ്ടിട്ടാണല്ലോ പോകേണ്ടത്, അതുകൊണ്ടാണ്. ദെൻ ഇതിൻ്റെ ഫസ്റ്റ് നമുക്ക് എഴുതാനുള്ള അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു കേസ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ഓഫ് വൈ ആണ്. അപ്പോൾ അതിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് എഴുതണ്ട, സെയിൽസ് എന്ന് എഴുതാം. കാരണം പ്രൈസിനെ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ലേ. അപ്പോൾ നമുക്ക് സെയിൽസ് വാല്യൂ ഓഫ് വൈ എങ്ങനെയാണ്, 49 യൂണിറ്റ്സ് ഇൻറ്റു, യൂണിറ്റ്സ് എന്ന് എഴുതണ്ട, 49 ഇൻറ്റു 280. ഒരു യൂണിറ്റിന് 280 രൂപയാണ്. അപ്പോൾ അങ്ങനെ 13,720, 13,720 ആണ് സെയിൽസ് വാല്യൂ ഓഫ് വൈ ബൈ പ്രോഡക്റ്റിൻ്റെ. ഇനി അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ലെസ് പ്രോഫിറ്റ്, ലെസ് പ്രോഫിറ്റ് 50%. 13,720 പകുതി, അപ്പോൾ 68,60. പകുതി കുറയ്ക്കുമ്പോൾ സെയിം എമൗണ്ട് ആണല്ലോ കിട്ടുക, 68. ഇതാണ് ഇതിൻ്റെ പ്രോഫിറ്റ് കുറച്ചിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിന്ന് സബ്സീക്വൻ്റ് എക്സ്പെൻസ് കുറയ്ക്കുക, ലെസ് സബ്സീക്വൻ്റ് എക്സ്പെൻസ്. സബ്സീക്വൻ്റ് എക്സ്പെൻസ് ആരുടെയാണ്, എക്സ്പെൻസ് ഓഫ് വൈ. നമുക്കിവിടെ ഒന്ന് ബ്രാക്കറ്റിൽ എഴുതാം, 780 പ്ലസ് 2,642 പ്ലസ് 544.
ഇതാണ് സബ്സീക്വൻ്റ് എക്സ്പെൻസ്. അത് ടോട്ടൽ ചെയ്യുമ്പോൾ 3966 അത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2894 2894. ഇതാണ് ഷെയർ ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് ഓഫ് വൈ. വൈയുടെ ജോയിൻറ്റ് കോസ്റ്റ് ഷെയർ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ്, that is x plus y is equal to, നമുക്കിവിടെ തന്നിട്ടുണ്ട് ജോയിൻറ്റ് കോസ്റ്റിൻ്റെ എമൗണ്ടുകൾ 19200 പ്ലസ് 11700 പ്ലസ് 3450. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 34350 34350 വരും. ഇതാണ് ടോട്ടൽ. ലെസ് ഷെയർ ഓഫ് വൈ. വൈയുടെ ഷെയർ 2894 കുറയ്ക്കുക. 2894 കുറയ്ക്കുമ്പോൾ നമുക്ക് 31456 കിട്ടും. ഇതാണ് ഷെയർ ഓഫ് എക്സ്. ജോയിൻറ്റ് കോസ്റ്റിലെ എക്സിൻ്റെ ഷെയർ ആണ് 31456. എക്സിൻ്റെ കോസ്റ്റ് 31400. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നു ഷെയർ ഓഫ് എക്സ്, ഇത് കട്ട് ചെയ്തിട്ട് അത് ക്യാൻസൽ ചെയ്തു. ഷെയർ ഓഫ് എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നു. എത്രയാണ് ചെയ്യുന്നത്? ഷെയർ ഓഫ് എക്സ് എന്ന് പറയുന്നത് 31456. ഷെയർ ഓഫ് എക്സ് ഏതിലാണ്? ജോയിൻറ്റ് കോസ്റ്റിൻ്റെ ജോയിൻറ്റ് കോസ്റ്റ് ഷെയർ ഓഫ് എക്സ് ആണ് 31456. ഇതിനോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് സെപ്പറേറ്റ് എക്സ്പെൻസസ്. ആഡ് സെപ്പറേറ്റ് എക്സ്പെൻസസ് ഓഫ് എക്സ്. എത്രയാണത്? നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് 7360 പ്ലസ് 7680 പ്ലസ് 1500. അത് ആഡ് ചെയ്യുമ്പോൾ 16540. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 47,996. ഇതാണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് എക്സ്. Therefore, cost per unit of x is equal to 47,996 ആണ് ടോട്ടൽ, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്രയാ? 142 is equal to ₹338 ₹338. അപ്പോൾ ആദ്യം നമ്മൾ വൈയുടെ സെയിൽസ് കണ്ടു, അതിൽ നിന്ന് പ്രോഫിറ്റ് കുറച്ചു, കോസ്റ്റിലേക്ക് എത്തി. സബ്സീക്വൻ്റ് കോസ്റ്റ് കുറച്ച് ജോയിൻറ്റ് ഷെയറിലേക്ക് എത്തി. ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റിൽ നിന്ന് വൈയുടെ ഷെയർ കുറച്ചപ്പോൾ ഷെയർ ഓഫ് എക്സ്, ജോയിൻറ്റ് കോസ്റ്റ് ഷെയർ ഓഫ് എക്സ് കിട്ടി. അത് 31456 ആണ്. അതിനോടുകൂടി സബ്സീക്വൻ്റ് എക്സ്പെൻസ് ആഡ് ചെയ്തപ്പോൾ എക്സിൻ്റെ ടോട്ടൽ കോസ്റ്റ് കിട്ടി 47,996. അതിനെ നമ്മൾ നമ്പർ ഓഫ് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് എക്സ് കിട്ടി 338. നമ്മളോട് ചോദിച്ചിട്ടുള്ള കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. ഇത് ഈ മെത്തേഡിൽ നിന്ന് മാറ്റി സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലേക്കൊക്കെ ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇതിങ്ങനെ ആഡ് ചെയ്യുന്നതിന് പകരം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇന്നർ കോളം പ്രൊവൈഡ് ചെയ്ത് ആഡ് ചെയ്തിട്ട് അങ്ങനെ പോവാം. ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അതല്ല സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരച്ചിട്ട് അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ
122 പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. 122-ലെ 34-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ ബൈ പ്രോഡക്റ്റ് ബീറ്റ ഈസ് ഡിറൈവ്ഡ് ഇൻ ദ കോഴ്സ് ഓഫ് മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ് ആൽഫ. ദ ബൈ പ്രോഡക്റ്റ് ഈസ് ഫർദർ പ്രോസസ്ഡ് ഫോർ സെയിൽ. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ available from the records, prepare an account showing the cost per kilogram of the product alpha and the byproduct beta. അപ്പോൾ ഇവിടെ നേരത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആൽഫയുടെയും ബീറ്റയുടെയും പെർ യൂണിറ്റ് കോസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഇനി ജോയിൻറ്റ് കോസ്റ്റ് മെറ്റീരിയലിൻ്റെയും ലേബറിൻ്റെയും ഓവർഹെഡ്സ് ജോയിൻറ്റ് കോസ്റ്റ് തന്നിട്ടുണ്ട്, സെപ്പറേറ്റ് എക്സ്പെൻസും തന്നിട്ടുണ്ട്. അടുത്ത പാരഗ്രാഫ്, ദ ക്വാണ്ടിറ്റീസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ പീരീഡ് അണ്ടർ കൺസിഡറേഷൻ were alpha 100 kilograms and beta 50 kilograms. അപ്പോൾ ആൽഫ 100 കിലോഗ്രാമും ബീറ്റ 50 കിലോഗ്രാമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ബീറ്റ വാസ് ₹120 per kilogram, on which the profit earned was at 30%. അപ്പോൾ ഇതാണ് നമുക്ക് തുടക്കം വേണ്ടത്. 120 രൂപയാണ് ബീറ്റയ്ക്ക് 1 കിലോഗ്രാമിന് വില. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 30%. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ടോപ്പിക്ക് തുടങ്ങാം. ഈ ക്വസ്റ്റ്യന് നമുക്ക് തുടങ്ങാൻ പറ്റുന്നത് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുള്ള ബീറ്റയിൽ നിന്നാണ്. അപ്പോൾ അത് എഴുതാം. സെയിൽസ് വാല്യൂ ബീറ്റ 50 യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റിന് 120 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് 6000 രൂപ 6000 ലെസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് 30% ആണ്. അപ്പോൾ 1800 6 18 30% എന്ന് പറയുമ്പോൾ 18. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് 4200 കിട്ടും. ഇതാണ് കോസ്റ്റ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സബ്സീക്വൻ്റ് എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് പോസ്റ്റ് സെപ്പറേഷൻ കോസ്റ്റ് എന്നൊക്കെ പറയാം. ലെസ് സബ്സീക്വൻ്റ് എക്സ്പെൻസസ്. ആ സബ്സീക്വൻ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്ലസ് ഇട്ട് വെക്കാം. ഏതൊക്കെയാണ് സബ്സീക്വൻ്റ് എക്സ്പെൻസ് ഞാൻ എടുത്ത് പറയുന്നില്ല. അത് മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് തന്നെ. അതിൻ്റെ എമൗണ്ട് ബ്രാക്കറ്റിൽ എഴുതാം. മെറ്റീരിയൽ 500, ദെൻ ലേബർ 2000, ഓവർ ഹെഡ്സ് 600. അപ്പോൾ 3100 വരും. 3100 കുറയ്ക്കുമ്പോൾ 1100. ഇതാണ് ബീറ്റാസ് ഷെയർ ഓഫ് ജോയിൻറ്റ് കോസ്റ്റ്. ബീറ്റയുടെ ഷെയർ ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ എഴുതി നിർത്തിയത്. അടുത്ത് നമുക്ക് എഴുതേണ്ടത് ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ്. ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് ടോട്ടൽ നമുക്ക് തന്നിട്ടുണ്ട്. ജോയിൻറ്റ് കോസ്റ്റിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 10,200 അല്ല 10,000. 10,000 പ്ലസ് 7,000 പ്ലസ് 2,500. അപ്പോൾ 17 2 19,500. ഇതാണ് ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ്. ഇതിൽ നിന്ന് ഇവിടെ ബീറ്റയുടെ ഷെയർ ഉണ്ട്, അത് കുറച്ചാൽ നമുക്ക് ആൽഫയുടെ ഷെയർ കിട്ടും. ലെസ് ബീറ്റാസ് ഷെയർ. ബീറ്റയുടെ ഷെയർ ഇവിടെ ഉണ്ട് 1,100. ഈ 1,100 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 18,400 കിട്ടും. ഈ 18,400 ആണ് ആൽഫാസ് ഷെയർ ഓഫ് ജോയിൻറ്റ് കോസ്റ്റ്. ആൽഫയുടെ ജോയിൻറ്റ് കോസ്റ്റിൻ്റെ ഷെയറാണ് എന്തെന്ന് പറയുന്നത് 18,400. ബീറ്റയുടെ ജോയിൻറ്റ് കോസ്റ്റിൻ്റെ ഷെയറാണ് 1,100 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിവിടെ എഴുതി വയ്ക്കാം. ഷെയർ ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് നമുക്കിവിടെ
ആൽഫ ബീറ്റ എന്ന് പറഞ്ഞ് ആൽഫയുടെ 18400 ബീറ്റയുടെ 1100. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ആഡ് സബ്സീക്വൻറ്റ് കോസ്റ്റ്. സബ്സീക്വൻറ്റ് കോസ്റ്റ് ഇവിടെ നമുക്ക് ബീറ്റയുടെ സബ്സീക്വൻറ്റ് കോസ്റ്റ് നമ്മൾ ഓൾറെഡി ഇവിടെ കുറച്ചിട്ടുണ്ട്, 3100 അപ്പോൾ 3100 ഇവിടെ എഴുതി വയ്ക്കാം. ആൽഫയുടെ സബ്സീക്വൻറ്റ് കോസ്റ്റ് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് 6000, 5000, 5000 1500. 6000 പ്ലസ് 5000 പ്ലസ് 1500 അല്ലേ? ഇപ്പം എത്ര വരിക? 11 12500. ഇത് 12500. ഇത് നമ്മൾ നേരത്തെ ചെയ്ത കാരണം കൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുകയാണ് അല്ലേ? 12500 കുറയ്ക്കുമ്പോൾ 30,900. അപ്പുറത്ത് നമുക്കറിയാം ഓൾറെഡി എത്രയുണ്ട്? 3100 അല്ലേ? അത് കുറയ്ക്കൽ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അത് ആഡ് ചെയ്യുമ്പോൾ 4200 അതിവിടെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. നമുക്കറിയേണ്ടത് therefore കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു എന്താ ചെയ്യുക? കോസ്റ്റ് പെർ യൂണിറ്റ് കാണാൻ എന്താ ചെയ്യുക? 30,900 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് 100, 4200 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് 50. കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 30,900 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ₹309. ഇവിടെ ₹84. ഇതുപോലെ ഞാനിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു സെപ്പറേറ്റ് സ്റ്റാറ്റസിൽ ചെയ്തേ ഉള്ളൂ. ഇതിങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമില്ല. പതിവ് പോലെ പഴയ രീതിയിൽ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പോലെ വരച്ച് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഈ ജോയിൻറ്റ് പ്രോഡക്ട്സും ബൈ പ്രോഡക്ട്സിലും നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലോജിക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. വലിയ ബുദ്ധിശക്തിയൊന്നും ആവശ്യമില്ല. സിമ്പിൾ ലോജിക്ക് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. പ്രത്യേകിച്ച് പിന്നിലോട്ട് റിവേഴ്സ് മെത്തേഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് ലോജിക്ക് ഉപയോഗിക്കണം, അല്ലെങ്കിൽ തെറ്റാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. വളരെ സിമ്പിളാണ്, അതേസമയം ക്ലറിക്കൽ എറേഴ്സ് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. എന്തായാലും നമ്മുടെ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഈ ചാപ്റ്ററും നമ്മുടെ ഈ വർഷത്തെ ക്ലാസ്സുകളും ഇതിനോടകം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ ക്വസ്റ്റ്യൻസും ഒരുവിധം ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിൽ നമ്മൾ എടുക്കാത്ത ടോപ്പിക്കുകൾ കുട്ടികൾക്ക് ഹോംവർക്കായിട്ട് തരുന്നതും കിട്ടിയില്ലെങ്കിൽ അത് സോൾവ് ചെയ്തിട്ട് തരികയും ചെയ്യുന്നതാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്.